ഇത് പപ്സ് പരത്താനുള്ള മെഷീൻ, പപ്സിന് മാവ് പരത്താനുള്ള മെഷീനാണ്, ഡൗൺ ഷീറ്റിംഗ് മെഷീൻ. ഇതിൽ വളരെ വെയ്റ്റ്ലെസ് ആണ്, പക്ഷേ അത് ഈ ഷീറ്ററിൽ ചെയ്യുന്നതിൻ്റെ ഗുണമാണ്. തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. രണ്ടും ഫോൾഡ് ചെയ്ത് ഒരു സൈഡിൽ വെക്കാം. അപ്പോൾ ഇത്രയും സ്പേഷ്യസ് വരുള്ളൂ. റോട്ടറി ഓവൻ ഉപയോഗിച്ച എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ഒരേപോലെ ഒരേ യൂണിഫോമിൽ നമുക്ക് റിസൾട്ട് റെഡിയാവും. അപ്പോൾ ഈ കാണുന്ന പിസ്സ ഉണ്ടാക്കുന്ന മെഷീൻ കേട്ടോ. നമുക്ക് അടുത്തിടെയായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പിസ്സയൊക്കെ കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടെക്കി പിള്ളേർ. പപ്സ് ആയാലും സാൻഡ്വിച്ച് ആയാലും ആദ്യം വേണ്ടത് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള മെഷീനാണ് ഇത്. ബ്രെഡ് പ്രൂഫിങ്ങിന് വേണ്ടി വെക്കുന്ന പ്രൂഫിംഗ് ചേമ്പറാണ് ഇത്. 120 ബ്രെഡ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ ഉള്ളത് ആലുവ കുന്നമ്പുറത്താണ്. ഇവിടെ സഹിയ ട്രേഡിംഗ് കമ്പനിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചുറ്റിലും ഒരുപാട് മെഷീനറി നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ സാധാരണ ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് പലഹാരങ്ങൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഈ പപ്സും കേക്കും അതുപോലെ പിസ്സയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ആ പിസ്സയും പപ്സും കേക്കൊക്കെ ഉണ്ടാക്കുന്ന മെഷീനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതുതായിട്ട് ഏതെങ്കിലും ഹോട്ടലോ ബേക്കറിയോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണണം. അപ്പോൾ ചേട്ടാ, ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടൊരു സാധനമാണ്. എന്താണിത്? ഇത് പപ്സ് പരത്താനുള്ള മെഷീൻ, പപ്സിന് മാവ് പരത്താനുള്ള മെഷീനാണ്, ഡൗൺ ഷീറ്റിംഗ് മെഷീൻ. അറ്റ് എ ടൈം 7 കിലോ മാവ് വെച്ച് പരത്തിയെടുക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് 7 കിലോ മാവ് പപ്സിന് വേണ്ടി പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പപ്സ് ഉണ്ടാക്കുന്ന മെഷീൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഇത്ര ഇഞ്ച് അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യും തോറും അവിടെ റോളർ ഇങ്ങനെ താഴേക്ക് വരും, തിന്നായിട്ട് വരും. നമുക്ക് എത്ര മെഷറിൽ വേണോ അത്രയും മെഷറാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം. പഫ് ഷീറ്റർ പഫൊക്കെ ചെയ്യാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഭയങ്കര ക്രിസ്പി ആയിരിക്കും. പഫ്സ് ക്രോയിസൺ ഒക്കെ ഇതിലാണ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. നമ്മുടെ സൗകര്യമൊക്കെ കുറവുണ്ട്, ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. രണ്ടും ഫോൾഡ് ചെയ്ത് ഒരു സൈഡിൽ വെക്കാം. അപ്പോൾ ഇത്രയും സ്പേഷ്യസ് വരുള്ളൂ. ഇതിനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റാം, റിമൂവ് ചെയ്യാം. നമ്മൾ സാധാരണ ബേക്കറിയിൽ പോയിട്ട് പപ്സ് കഴിച്ചിട്ടില്ലല്ലോ, പപ്സ് ഉണ്ടാക്കുന്ന മെഷീൻ ആരും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് പപ്സ് ഉണ്ടാക്കുന്ന മെഷീൻ. ഇതിന് എത്ര റേറ്റ് വരും? ഇതിന് 2,95,000 രൂപ വരും. ഇത് ഓവണാണ്, റോട്ടറി ഓവണാണ് ബേക്ക് ചെയ്യാനുള്ള. ഇതിനകത്ത് നമുക്ക് ബ്രെഡ്, കേക്ക് എല്ലാ സാധനങ്ങളും ബേക്ക് ചെയ്യാൻ പറ്റും. ഇത് ബൾക്ക് ക്വാണ്ടിറ്റി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും ചെറുതാണ് തന്നെ. ഇത് 96 ബ്രെഡ് കപ്പാസിറ്റിയാണ് വരണത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. 2 ഇയർ ഗ്യാരൻറ്റി ഉണ്ട്. ഇത് 2 HP മോട്ടറും ബാക്കി ഡീസലിലാണ് പ്രവർത്തിക്കുന്നത്. 300 ഡിഗ്രി വരെ മാക്സിമം ഹീറ്റ് ചെയ്യാം. എല്ലാം ബേക്ക് ചെയ്യണ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇത് ഇറ്റാലിയൻ മെയ്ഡാണ്, റിയൽ ഫോണി എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇത് ഞങ്ങളൊരു 20 വർഷമായിട്ട് ചെയ്യണതാണ്. ഇതിൻ്റെ ഡീസലിൻ്റെ കൺസംഷൻ വളരെ കുറവ് വരുള്ളൂ. 1 മണിക്കൂറിൽ 1 ലിറ്റർ ഡീസലേ ഇതിന് കൺസ്യൂം ചെയ്യുള്ളൂ. 144 ബ്രെഡ് കപ്പാസിറ്റിയാണ് വരണത്. അതെ. അവിടെ കണ്ട 96 ബ്രെഡ് കഴിഞ്ഞിട്ടുള്ള കപ്പാസിറ്റിയാണ്. ഇത് 120 ബ്രെഡ് കപ്പാസിറ്റി വരും. ഈ ട്രോളി നമുക്ക് ഇങ്ങ് വെളിയിലേക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് ഇറക്കേണ്ടത്. ഇത് ലെവലായ തറയിൽ വേണം ഇത് വെക്കാനായിട്ട്. അല്ല, ട്രേ സെപ്പറേറ്റ് ആണ് വരുന്നത്. അതെ. ട്രേ 1 കിലോ ഒരു 700 രൂപ മുതൽ മുകളിലേക്ക് വരും. കിലോ കണക്ക്. അലൂമിനിയം മാത്രമാണ് നമ്മൾ ചെയ്യണത്. ഇതാണ് ഇതിന് യൂസ് ചെയ്യണ അലൂമിനിയം ട്രേകൾ. ഒറിജിനൽ ഹിൻഡാൽക്കോയുടെ ഷീറ്റിൽ ചെയ്യണതാണ്. കേക്കിനുള്ളതാണ്. അത് പല സൈസിലുള്ളതുണ്ട്. ഇത് ബ്രെഡിനുള്ള ബോക്സുകളാണ്, ബ്രെഡ് ചെയ്യാനുള്ള. ഇതും അലൂമിനിയത്തിൻ്റെ തന്നെ. അലൂമിനിയത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറിൽ സാധനം ഇറങ്ങുള്ളൂ. എല്ലാം അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഇത് അതിൻ്റെ അടുത്ത കപ്പാസിറ്റി 168 ബ്രെഡ്. ഇത് വർക്ക് ചെയ്യണ ഓവണാണ്. അതെ. ഇത് ഇത്രയും സ്വിച്ചസ് ഉണ്ട് ഇതിനകത്ത്. എല്ലാ മോട്ടറിനും സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു കമ്പനി 2 കൊല്ലം ഗ്യാരൻറ്റി കൊടുക്കണതിൻ്റെ കാര്യം അതാണ്. ഇതിൻ്റെ ചേമ്പറിന് കമ്പനി 10 കൊല്ലമാണ് ഗ്യാരൻറ്റി കൊടുക്കുന്നത്. ഇത് കൺവെൻഷണൽ ഓവണാണ്. ഇതിന് ബേക്കിംഗ് ടൈം വളരെ കുറവേ വരുള്ളൂ. ഗ്യാസിൻ്റെ കൺസംഷനും വളരെ കുറവേ വരുള്ളൂ. അലൂമിനിയം ട്രേ ആണ്.
ഈ ഒരു സംഭവത്തിൽ ഏതെങ്കിലും ഇല്ല എല്ലാം അഡീഷണൽ വാങ്ങിക്കണം. അപ്പോൾ നമ്മളിത് ഒരുപാട് ഓവൻ കണ്ടു. ഈ ഓവനിലൊക്കെ ഈ നമ്മളിതുപോലെ പപ്സും അതുപോലെ ബണ്ണും ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്കിനി കാണാം. ഇത് നമ്മുടെ റോട്ടറി ഓവനാണ്. റോട്ടറി ഓവൻ ഉപയോഗിച്ച എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ഒരേപോലെ ഒരേ യൂണിഫോമിൽ നമുക്ക് റിസൾട്ട് റെഡിയാവും കിട്ടും. ഇപ്പോൾ പപ്സ് എല്ലാം ഒരേ യൂണിഫോമിൽ ഇരിക്കുന്നതാണ്, നല്ല ഗോൾഡൻ കളറിൽ. ഇതിൽ 140 ബ്രെഡ് കയറും. ബ്രെഡ് ആണെങ്കിൽ അങ്ങനെയാണ് ഓവൻ്റെ കണക്കെടുക്കുക, എത്ര ബ്രെഡ് കയറും എന്നുള്ളത്. 140 ബ്രെഡ് പിടിക്കും. ഇന്ത്യൻ മെയ്ഡ് ആണെങ്കിൽ എല്ലാ ബ്രാൻഡിലും 120 പിടിക്കും. ഇമ്പോർട്ടഡ് ഓവനുകളാകുമ്പോൾ എല്ലാത്തിലും 140 പിടിക്കും. ഇത് സ്റ്റാർട്ടിങ് കറണ്ടിലും പിന്നെ ഡീസലിലാണ് വർക്കാവണത്. അവിടെ ഒരു സൈഡിലൊരു ബർണറുണ്ട്, അവിടെ അങ്ങനെ കത്തും. അപ്പോൾ അത് ഫാൻ വെച്ചിട്ട് ഉള്ളിലേക്ക് ഫാനിലാണ് ഈ ചൂടിനെ സ്പ്രെഡ് ചെയ്യണത്. 212 ചൂട് 30 മിനിറ്റ് വെച്ചാൽ 30 മിനിറ്റ് ആകുമ്പോൾ അലറടിക്കും. നല്ല ഈവൺ കളറിൽ ഇറങ്ങും എല്ലാം നല്ല ഇതായിട്ട്. ഇത് ഞങ്ങളിപ്പോൾ ആ ഹീറ്ററിൽ ഉണ്ടാക്കിയ പപ്സുകളാണ്, വെറൈറ്റി പപ്സ്. ചിക്കൻ പ്രിയാസോ എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചിക്കൻ്റെ ബ്രസ്റ്റും വെജിറ്റബിളും വെച്ചുണ്ടാക്കിയ ഫില്ലിങ്, സൈഡിൽ അതിൻ്റെ മയോണീസും വെച്ചിട്ട് കൊറിയാണ്ടർ ലീഫാണ് നമ്മൾ ചെയ്തേക്കണത്. ഇത് സ്പൈസി എഗ്ഗ്. എല്ലായിടത്തും ഒരു എഗ്ഗ് പപ്സ് ഉണ്ടാവുള്ളൂ. നമ്മുടെ അടുത്ത് 2 തരം എഗ്ഗ് പപ്സ് ഉണ്ട്. ഒരെണ്ണം റെഗുലർ എഗ്ഗ് പപ്സ്, ഇനി ഒരെണ്ണം സ്പൈസി. പപ്സിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ഇതിൽ വളരെ വെയ്റ്റ്ലെസ് ആണ്, പക്ഷേ അത് ഈ ഷീറ്ററിൽ ചെയ്യുന്നതിൻ്റെ ഗുണമാണ്. തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അതാണ് നമ്മുടെ ഷീറ്ററിൽ ചെയ്യുന്നതിൻ്റെ ഗുണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് 0 ട്രാൻസ്പാറ്റാണ്. ഭയങ്കര എന്താ പറയുക, തിന്നുമ്പോൾ ഇങ്ങനെ പൊടിയാവും, നമ്മുടെ ഈ അണ്ണാക്കിൽ ഒട്ടിപ്പിടിക്കില്ല. അതാണ് ഈ 0 ട്രാൻസ്പാറ്റിൻ്റെ പ്രത്യേകത. സാധാരണ ബേക്കറി പോയി കഴിച്ചു കഴിഞ്ഞാൽ തിന്നു കഴിഞ്ഞാൽ അവിടെ ഒട്ടിപ്പിടിച്ച ഒരു ഇതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിക്കൻ സോസേജ് പ്ലസ് ചീസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ തിന്നുമ്പോൾ ഭയങ്കര ഒരു നല്ല ടേസ്റ്റാണ്. ചിക്കൻ സോസേജും ചീസും കണ്ടോ, എല്ലാം ആ കളറ് കണ്ടോ, എല്ലാം ഈവണായിട്ട്. അതാണ് റോട്ടറി ഓവൻ്റെ പ്രത്യേകത. ജിഞ്ചർ ചിക്കൻ സ്റ്റൂഡിൽ പഫ് ഷീറ്ററിൽ ചെയ്യുന്നതാണ് ജിഞ്ചർ ചിക്കൻ സ്റ്റൂഡിൽ എന്ന് പറയും. ഇതിൽ തന്നെ ഒരു 3-4 വെറൈറ്റി ഞങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ട്. പപ്സ് ആയാലും സാൻഡ്വിച്ച് ആയാലും ആദ്യം വേണ്ടത് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് പുള്ളിയോട് ചോദിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ക്ലോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് ടൈറ്റിങ്ങിനാണ്. അപ്പോൾ മംഗൾ പറഞ്ഞ കട്ടിംഗ് മെഷീനിൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കുറച്ച് ഒനിയൻ എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല രസമാണ് അത് കട്ട് ചെയ്ത് വരുന്നതാണ്. ചേട്ടാ ഒന്ന് കട്ട് ചെയ്ത് തരുമോ? അപ്പോൾ മുമ്പ് നമ്മുടെ ഷെഫ് പറഞ്ഞ പോലെ ഈ ഷീറ്ററിൽ അടിച്ച് വന്ന പപ്സാണിത്. അപ്പോൾ ഈ പപ്സ് ഒന്ന് കഴിച്ച് നോക്കാം, ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് അറിയാം. വാവ്, സംഭവം സൂപ്പർ. മുമ്പ് ഷെഫ് പറഞ്ഞ പോലെ വളരെ സോഫ്റ്റ് സാധനമാണ്. ഇതിന് ആ ലെയറൊക്കെ ഇല്ലേ, നമുക്ക് എടുത്ത് അറിയാം, കഴിക്കുന്ന പോലും അറിയുന്നില്ല. ഈ പപ്സിൻ്റെ പേര് ചിക്കൻ സോസേജ് പപ്സ്. ഇത് ബ്രെഡ് പ്രൂഫിങ്ങിന് വേണ്ടി വയ്ക്കുന്ന ഇതാണ്, ഫെർമെൻറ്റേഷന് വേണ്ടി വയ്ക്കുന്ന പ്രൂഫിംഗ് ചേമ്പറാണ്. സാധാരണ വെളിയിൽ വെച്ച് പ്രൂഫ് ചെയ്യണേക്കാട്ടിലും പകുതി സമയം കൊണ്ട് ഇത് ആയി കിട്ടും. ഇത് 120 ബ്രെഡ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. ഇത് ഇലക്ട്രിക്കാണ്, 2000 വാട്ട്സ് കറണ്ട് വരും. അപ്പോൾ ഡോ മിക്സറിൽ ബന്നിന് വേണ്ടിയുള്ള മാവ് കഴിക്കുന്നത് കണ്ടു. അവിടെ നിന്ന് നേരെ ആ ബണ്ണ് റെഡി ആയിട്ട് കൊണ്ടുവന്ന് സേവ് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഫോർമെൻറ്റേഷന് വേണ്ടി എടുത്തു വെക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ബൺ ഉണ്ടാക്കുന്ന മെഷീൻ. വളരെ ചുരുക്കം ബേക്കറിയിൽ മാത്രമേ ഈ സംഭവം ഉപയോഗിക്കണേ. ഇതിൻ്റെ പേര് പ്രൂവിങ് ചേമ്പർ. നമുക്കിതിൽ 4 ട്രോളി പ്രൂവ് ചെയ്യാൻ വെക്കാം. സ്റ്റീമാണ് ഇതിൽ കൊടുക്കണേ. ഡോയൊക്കെ നമ്മൾ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ്, ബണ്ണ്, റസ്ക് എന്ത് സാധനങ്ങളും ഫോർമെൻറ്റേഷന് ഇതിലാണ് വെക്കുക. അപ്പോൾ ഈ സാധനം ഈ ബണ്ണൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മേലെ സ്കിന്ന് ഡ്രൈ ആവില്ല, എപ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതിൽ ഫോർമെൻറ്റേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്യാൻ റോട്ടറി ഓവനിൽ കയറ്റും. അപ്പോൾ എന്താവും, നല്ല സ്പോഞ്ചി ആയിരിക്കും സാധനം. ഇതിൽ നമ്മൾ സംഭവം ലോഡ് ചെയ്തിട്ട് ട്രോളി അതിലേക്ക് കയറ്റും. ഇപ്പോൾ ലോഡായി, റോട്ടറി ഓവൻ ലോഡായി. അതിലത് വെച്ച് ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇത് 180 വെച്ചു. 30 മിനിറ്റ്സ് ആയി കഴിഞ്ഞത് അലാറടിക്കും. ഇത് പിസ്സ ഓവനാണ്. പിസ്സ ഓവണിന് സ്റ്റോൺ മോഡലാണ്. ഇതിന് 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം പിസ്സയ്ക്ക് വേണ്ടിയിട്ട്.
നമുക്ക് രണ്ട് കമ്പാർട്ട്മെൻറ്റിലും യൂസ് ചെയ്യാം. എത്ര പിസ വരെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം? ഒരു ഡെക്കിനകത്ത് 6 പിസ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. 12 എണ്ണം ചെയ്യാം. 12 പിസ ഉണ്ടാകും. അതെ അതെ ശരിക്കും പറഞ്ഞാൽ പിസ ഉണ്ടാക്കുന്ന മെഷീനാണ്. അതെ അതെ അതെ. നമ്മൾ ഈ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ നമ്മൾ താഴത്ത് കണ്ട മെഷീനിൽ മിക്സ് ആക്കാൻ പറ്റും. നേരത്തെ കൊണ്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന പിസ ഉണ്ടാക്കുന്ന മെഷീൻ കേട്ടോ. നമ്മൾക്ക് അടുത്തിടെയായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പിസയൊക്കെ കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടെക്കി പിള്ളേർ. അതധികം കഴിക്കുന്നത് നല്ലതല്ല എങ്കിലും ഞാൻ പറയാം. ഇത് ലേസർ ലോഗോ ഉള്ള ഇറ്റാലിയയുടെ തന്നെ പ്രോഡക്റ്റ് വാങ്ങിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ കണ്ടമാനം അവൈലബിൾ ആണ്. സ്റ്റിക്കർ ഒട്ടിച്ചാണ് എല്ലാവരും അയക്കുന്നത്. ഈ ലേസർ ലോഗോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നെയിം പ്ലേറ്റ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ ഏകദേശം ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എത്രയായി? 37 വർഷമായി ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പോൾ കേരളത്തിലൊരു ആദ്യത്തെ ഒരു സ്ഥാപനമാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലൊരു ആദ്യമായിട്ട് തുടങ്ങിയൊരു ഇതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ആദ്യമായിട്ട് തുടങ്ങിയൊരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഉള്ളത് ഈ മിഷനറീസ്, ഇതിൻ്റെ സർവീസുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ ചില കമ്പനി 2 കൊല്ലം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. മിഷനറി എവർബേക്ക് എന്ന് പറഞ്ഞ ഈ കമ്പനിയെല്ലാം 2 കൊല്ലമാണ് അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നത്. മറ്റുള്ള കമ്പനികളെല്ലാം 1 ഇയർ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ 15 ടെക്നീഷ്യൻസ് ഉണ്ട്. അവർ വിത്തിൻ അവേഴ്സിൽ പോയി എല്ലായിടവും പോയി സർവീസ് ചെയ്ത് കൊടുക്കും. ഗ്യാരണ്ടി ആണെങ്കിലും ഗ്യാരണ്ടി ഇല്ലെങ്കിലും അവർ ഓൺ സൈറ്റിൽ പോയി സർവീസ് ചെയ്യും. ഞങ്ങൾക്ക് തലശ്ശേരിയിൽ സർവീസ് സെൻ്റർ ഉണ്ട്, ട്രിവാൻഡ്രത്തും സർവീസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇത് കുക്കീസ് കട്ടറാണ്. അതായത് നമുക്ക് പല പല ഷേപ്പിൽ, ഇതിപ്പോൾ ലവ് എന്നുള്ള ഷേപ്പിലാണ്. നമുക്ക് ഈ ഷേപ്പിൽ നമുക്ക് കുക്കീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പോലെ ഹാർട്ടും അതുപോലെ സ്റ്റാറിൻ്റെയൊക്കെ സിമ്പിളുള്ള കട്ടറുകൾ ഒരുപാട് അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കും? തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോൾ പ്രത്യേക ഒരു ഓഫറും കൂടി ഉണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അതായത് പുതിയ സംരംഭകർക്ക് അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ ആരെങ്കിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ സർവീസും പ്രൊവൈഡ് ചെയ്യും. 1 ഇയർ ഗ്യാരണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞാലും ലൈഫ് ലോങ് സർവീസ് കിട്ടും. മിഷൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ സർവീസ് ഉണ്ടാവും. അവൈലബിൾ ആണ്. അത് നല്ലൊരു ഓപ്ഷൻ കേട്ടോ. നമുക്ക് ലൈഫ് ലോങ് സർവീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ താഴത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ.